ഡിയർ ഫാമിലി, +2 പഠിക്കുന്ന എൻ്റെ എല്ലാ കുട്ടികളുടെയും ഒരു കൺഫ്യൂഷനാണ് ഫിസിക്സ് പ്രാക്ടിക്കൽസിനെ പറ്റിയിട്ട്. അപ്പം മെയിൻലി നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? എന്തൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഫിസിക്സിൽ നമുക്ക് ചെയ്യാനുണ്ടാവുക, എത്ര എക്സ്പെരിമെൻറ്റ്സ് ആണ് എക്സാമിന് നമുക്ക് ചെയ്യേണ്ടത്, അതിന് എത്ര സമയമാണ് കിട്ടുക, ഏകദേശം എപ്പോഴാണ് നമ്മുടെ എക്സാം വരുന്നുണ്ടാവുക, റെക്കോർഡ്സ് എങ്ങനെയാണ്, എക്സാം ഹാളിൽ കയറുമ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെ നമ്മൾ എഴുതണം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? അതെല്ലാം ദൂരീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഓൾ അബൌട്ട് ഫിസിക്സ് പ്രാക്ടിക്കൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിസിക്സ് പ്രാക്ടിക്കൽസ്. ഉറപ്പായിട്ട് അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് വെറുതെ പറയുന്നതാണ്. ഒരിക്കലും അല്ല. ഒരു ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം എഴുതി നിങ്ങൾ പുറത്തോട്ടേക്ക് വരുന്ന ഒരു സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫുൾ മാർക്സ് നമ്മൾ വാങ്ങിയെടുക്കാം. ഈ പ്രാക്ടിക്കൽസിൽ ഒരു മാർക്ക് പോലും പോവാതെ നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്സ് പ്രാക്ടിക്കൽസിനെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര എക്സ്പെരിമെൻറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടാണ് എക്സ്പെരിമെൻറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ, അതായത് +1 നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി ബേസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സും, അതേപോലെ തന്നെ പാർട്ട് ബി എന്ന് പറയുമ്പോൾ അതായത് സെക്കൻഡ് ഇയറിൽ +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് 2 പാർട്ടുകളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ +1 ബേസ്ഡ് കുറച്ച് എക്സ്പെരിമെൻറ്റ്സും +2 ബേസ്ഡ് കുറച്ച് എക്സ്പെരിമെൻറ്റ്സും ആണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. അതിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് പാർട്ട് എ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ എന്ത് കാണാൻ പറ്റും? എക്സ്പെരിമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിലുള്ളതാണ് വെർണിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, സ്ഫെറോമീറ്റേഴ്സ്, കോമൺ ബാലൻസ്, പാരലലോഗ്രാം ലോ അപ്പാരറ്റസ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മൊമെന്റ് ബാർ, യങ്സ് മോഡുലസ്, ഹെലിക്കൽ സ്പ്രിങ്, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, അതേപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, സിമ്പിൾ പെൻഡുലം, സോണോമീറ്റർ, റെസൊണൻസ് കോളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതിലത്തെ പല കാര്യങ്ങളും നിങ്ങൾ +1 പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ ചിലപ്പോൾ ഇതിലത്തെ എല്ലാ എക്സ്പെരിമെൻ്റ് ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക റെക്കോർഡിൽ ഒരു 10 അല്ലെങ്കിൽ 14 എക്സ്പെരിമെൻറ്റോളമാണ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുക. അതാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ആണോ ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ തിയറി മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ, മനസ്സിലാക്കുക കേട്ടോ. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പോൾ ഇവിടെയും 13 എക്സ്പെരിമെൻറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഓംസ് ലോ, ഗാൽവനോമീറ്റർ, അതുപോലെ തന്നെ അതായത് ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡാണ്. ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, galvanometer into voltmeter, frequency of AC mains with sonometer, concave mirror, concave lens, convex lens ഉണ്ട്. Then refractive index of prism, refractive index of glass slab, ലിക്വിഡ് ലെൻസ്, PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഇങ്ങനെയാണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും, മറ്റേതിലും കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം എൻ്റെ കുട്ടികൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നോക്കുമ്പോൾ മൊത്തം 14 എക്സ്പെരിമെൻറ്റ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഓഫ് 14 എക്സ്പെരിമെൻറ്റ്സ് ആണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതിൽ അറ്റ്ലീസ്റ്റ് 7 എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓരോ സെക്ഷനിൽ നിന്നും, അതായത് 7 എക്സ്പെരിമെൻറ്റ്സ് സെക്ഷൻ എയിൽ നിന്നും സെക്ഷൻ ബി, അതായത് ഫസ്റ്റ് ഇയറിൽ നിന്നും സെക്കൻഡ് ഇയറിൽ നിന്നും 7 വീതം മൊത്തം 14, അറ്റ്ലീസ്റ്റ് 14 എണ്ണമാണ് ചെയ്യിപ്പിക്കുക. ചിലപ്പോൾ 15ഉം 16ഉം ചെയ്യിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടായിരിക്കും. ബട്ട് മിനിമം നിങ്ങൾ 14 എക്സ്പെരിമെൻറ്റ് നിങ്ങളുടെ ലാബിൽ ചെയ്തിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് റെക്കോർഡും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ 14 എക്സ്പെരിമെൻറ്റ്, മിനിമം 14 എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾ റെക്കോർഡഡ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 40 മാർക്കിനാണ് നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് അല്ലേ? ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം 40 മാർക്കിനാണ് ഉണ്ടാവുക. ഇതിൽ നിങ്ങൾ 2 എക്സ്പെരിമെൻറ്റ്സ്, അപ്പോൾ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് 2 എക്സ്പെരിമെൻ്റ് ആണ്. അതിലത്തെ ഒന്ന് +1 ബേസ്ഡ് ആയിരിക്കും, രണ്ടാമത്തത് +2 ബേസ്ഡ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു +1 എക്സ്പെരിമെൻറ്റും ഒരു +2 എക്സ്പെരിമെൻറ്റും ആണ് നമുക്ക് ഫിസിക്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. ഇനി ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രിൻസിപ്പിളും തിയറിയും. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ അത് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ തിയറിറ്റിക്കലായിട്ട് വളരെ ചെറുതാക്കിയിട്ട് ഷോർട്ടാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ 5 മാർക്കാണ് ഒരു എക്സ്പെരിമെൻറ്റിന് കിട്ടുക.
ഇനി അടുത്തത് നോക്കുക, സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇതാണ് തിയറി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റിൽ എഴുതേണ്ട കാര്യങ്ങളാണ്. പ്രിൻസിപ്പളും തിയറി, അതിൻ്റെ ടാബുലർ കോളം കാര്യങ്ങളൊക്കെ. ഇനി ആ അപ്പാരറ്റസ് നിങ്ങൾ സെറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് അപ്പാരറ്റസ് നന്നായിട്ട് സെറ്റൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 2 മാർക്കാണ് എക്സ്പെരിമെൻ്റൽ, അതായത് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസിന്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യുക. ഈ സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ സർക്യൂട്ടൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ സർക്യൂട്ട് ചെയ്യാനുള്ളതും കാര്യങ്ങളെയൊക്കെ അടിപൊളിയാക്കി വെക്കുക. അതിനുശേഷം ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന് നോക്കും. ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് കാണിക്കാനൊക്കെ നിങ്ങളുടെ ടീച്ചർ വന്നിട്ട് അടുത്തുനിന്ന് പറയും. എക്സ്റ്റേണൽസ് വരുമല്ലോ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, പുറത്തുനിന്ന് വേറൊരു സ്കൂളിലുള്ളൊരു ടീച്ചർ വരും, അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ അവർ വന്നിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ, അതായത് ഒരു റീഡിംഗ് എടുത്ത് കാണിച്ചു തരാനൊക്കെ പറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാമെന്ന് ആ ടീച്ചർക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്ര മാർക്ക് കിട്ടും? 6 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പെർഫോമൻസ് ഓഫ് എക്സ്പെരിമെൻറ്റ്. ഇനി റിസൾട്ട് ഇൻ SI യൂണിറ്റ്സ് ആൻഡ് കൺക്ലൂഷൻ, അതായത് നിങ്ങളുടെ കാൽക്കുലേഷനും ഒക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുക. അതിനുശേഷം വൈവ, അതായത് ആ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്കാണ് കിട്ടുക. ഈ 1 മാർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക. ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയണ്ടേ, ടീച്ചർ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, വെറും 1 മാർക്കാണ് ആ വൈവയ്ക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്ന് മനസ്സിലാക്കുക. വൈവയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബോധവാന്മാരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആ 1 മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. അടുത്തത് ടോട്ടൽ സ്കോർ, അതായത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടലായിട്ടുള്ള സ്കോറ് 18 മാർക്കാണ്. ഓക്കെ, 18 മാർക്കാണ് ഇതിലെല്ലാം കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ 2 എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടാകുമ്പോൾ ടോട്ടൽ 2 എക്സ്പെരിമെൻറ്റിന് 36 മാർക്കാണ് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങളുടെ റെക്കോർഡിനാണ് 4 മാർക്ക്. അപ്പോൾ മൊത്തം 40 മാർക്കാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓരോ എക്സ്പെരിമെൻറ്റിനും 18 മാർക്ക് വീതമാണ് ഉണ്ടാവുക. 36 മാർക്കാണ് ഉണ്ടാവുക. 4 മാർക്ക് നിങ്ങൾക്ക് റെക്കോർഡിനാണ് ഉണ്ടാവുക. റെഡി? ഇനി എക്സ്പെരിമെൻറ്റ് ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ഹാളിലേക്ക് പോകുന്നു, റെക്കോർഡ് ഒരു സൈഡിൽ മാറ്റി വെക്കാൻ വേണ്ടി പറയും. എന്നിട്ട് നിങ്ങൾക്കൊരു പേപ്പർ തരും. ആ പേപ്പറിൽ നിങ്ങൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. അതിൽ 2 എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് ടിക്കിട്ട് വെച്ചിട്ടുണ്ടാവും. ആ എക്സ്പെരിമെൻറ്റിൻ്റെ തിയറിയും ടാബുലർ കോളവും വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചറിനെ കൊണ്ട് കാണിക്കണം. എക്സ്റ്റേണൽ, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. എക്സാം ഹാളിൽ പരീക്ഷ എഴുതുമ്പോൾ, പരീക്ഷയുടെ സമയത്ത് വീണ്ടും നമ്മൾ വീഡിയോസ് ചെയ്യും കേട്ടോ. എന്നിട്ട് അവർ അത് ഓക്കെയാണ്, തിയറിയും പ്രിൻസിപ്പളും ഇക്വേഷൻസും ഒക്കെ ഓക്കെ ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തോളാൻ പറയും. അങ്ങനെ നമ്മൾ പോയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടാബുലർ കോളംസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ടീച്ചർക്ക് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. ആൻഡ് റെക്കോർഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് സൈൻ ചെയ്ത് തരും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഫിസിക്സ് പ്രാക്ടിക്കൽസ് ചെയ്യാമെന്ന് പറയുമ്പോൾ. എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ റെക്കോർഡിലുള്ള 14 എക്സ്പെരിമെൻറ്റ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. അതിൻ്റെ തിയറി, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ടാബുലർ കോളം ഫില്ല് ചെയ്യേണ്ടത്, എന്തിനാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഇനി ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഓക്കെ, അപ്പോൾ 1.5 മണിക്കൂർ വീതം. +1-ന് 1.5 മണിക്കൂർ, +2-നും 1.5 മണിക്കൂർ. ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും സമയമുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ഏകദേശം ജനുവരിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇപ്രാവശ്യം ജനുവരി 22 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജനുവരി 22 സമയത്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ലാസ്റ്റ് വീക്കിലേക്കായിരിക്കും എൻ്റെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ടാവുക. ഇനി നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ അപ്ലോഡഡ് ആണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലാബ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും താഴെ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലാബും, ബോട്ടണി ലാബ്, കെമിസ്ട്രി ലാബ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ലാബ് എല്ലാം കാണാം. അതിൽ ഫിസിക്സ് ലാബ് എടുത്തു കഴിഞ്ഞാൽ ആ ലാബ് പ്രാക്ടിക്കലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓരോ എക്സ്പെരിമെൻറ്റ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. ആൻഡ് പ്രാക്ടിക്കൽസും
അതേപോലെ തന്നെ അതിൻ്റെ തിയറീസും വളരെ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് ഫുൾ മാർക്ക് തന്നെ ഫിസിക്സ് പ്രാക്ടിക്കൽസിന് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു പ്രാക്ടിക്കൽസ് വീഡിയോ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ടേക്ക് പോവുക. ആൻഡ് ഫിസിക്സ് പ്രാക്ടിക്കൽസിനെ പറ്റി പേടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്ക് എല്ലാവർക്കും ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ താങ്ക് യു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.